വെൽക്കം ബാക്ക് ടു എക്സലന്റ് അക്കാഡമിക്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് SSLC കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു എക്സാമിന് എന്തായാലും ഈ ചോദ്യം കാണും. സോ ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ള് കാണുക. അപ്പോൾ അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഋതുയോഗമാണ്. ഈ തന്നിരിക്കുന്ന വരികളിലെ ആശയം വിശദീകരിക്കുക അല്ലെങ്കിൽ ഭാവം വ്യക്തമാക്കുക എന്നുള്ള തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക. ഒന്നുമില്ല, ഇതിന്റെ ഉള്ളടക്കം മാത്രം പഠിച്ചു വെച്ചേക്കുക. എന്താണോ ചോദ്യം അതിനനുസരിച്ച് ഉത്തരം എഴുതുക. ഇതിൽ എന്താണ് പറയുന്നത്? ഈ വരികളിൽ ഒന്നുമില്ല, ഇതിന്റെ സന്ദർഭം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് ആ കാട്ടിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു ബാലനെ കാണുകയാണ്. സാധാരണ കുട്ടികളും മറ്റേ കളിപ്പാട്ടവും പീമ്പിയും ഒക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സർവ്വധംനൻ അല്ലെ, നമ്മുടെ ഈ ബാലൻ എന്ത് ചെയ്യാണ്? സിംഹക്കുട്ടിയുടെ കൂടെ കളിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ആരെയാണ് നമ്മളിവിടെ കാണുന്നത്? ദുഷ്യന്ത മഹാരാജാവിനെ കാണുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുള്ള ഒരു ഈസി വീഡിയോ നമ്മുടെ ചാനലുണ്ട്. സോ നമ്മുടെ ചാനലൊന്ന് കണ്ടേക്കുക. അപ്പൊ അത്രയാണ് ഇതിന്റെ ഒരു ചെറിയ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഭാവം വ്യക്തമാക്കുക. അച്ഛൻ മകനെ കാണുകയാണ് അല്ലെ, മകനാണെന്ന് തനിക്ക് തിരിച്ചറിയില്ല, പക്ഷെ കാണുകയാണ്. അതാണ് പാഠസന്ദർഭം. ഈ ഒരു വരി തന്നിട്ട് പ്രധാനമായും ചോദിക്കുന്നത് ഉപമ അലങ്കാരം എഴുതുക എന്നുള്ളതാണ്. അതായത് എന്താണ്? അവിടെ ഒരു പോലെ നിങ്ങൾ കണ്ടില്ലേ, പോലെ ഏതോ എന്തിനെയോ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കമ്പയർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തിനെ പോലെയാണ് എന്നുള്ളതായിരിക്കും ഇവിടെ വരുന്ന ചോദ്യം. എന്തിനെ പോലെയാണ്? നമ്മുടെ വിടരാൻ കാത്തു നിൽക്കുന്ന താമരപ്പൂ പോലെ, അത്രയും അടുങ്ങി ഇരിക്കുന്ന നല്ല മുട്ട് വിടരാൻ നിൽക്കുന്ന താമരപ്പൂ പോലെ ആണ് ആരുടെ കൈകൾ എന്നാ പറയുന്നത്? നമ്മുടെ ഈ ബാലന്റെ അല്ലെ, സർവ്വധമനന്റെ കൈകൾ എന്നാ പറയുന്നത്. ആ കുഞ്ഞു കൈയിലെ വിരലുകൾ തമ്മിൽ അകലാതെ അല്ലെ, ആ വിരലുകൾ തമ്മിൽ ഇങ്ങനെ ചേർന്നിരുന്ന് ഒന്നൊന്നായി വേർപിരിയാതെ ആ ചുമന്ന് തൊടുത്തിരിക്കുന്ന ആ കുഞ്ഞു കൈകൾ കാണാൻ ആരെപ്പോലെ ഉണ്ട്? വിടരാൻ നിൽക്കുന്ന താമര പൂ പോലെ ഉണ്ട് എന്നാണ് നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഉപമ അലങ്കാരമാണ്. പോലെ ഉപമ അലങ്കാരമാണ്. അപ്പൊ ഇതും കൂടെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം? 4 മാർക്കും സ്കോർ ചെയ്യാം. അടുത്ത ഈ വരികളിൽ നമ്മുടെ ശകുന്തളയുടെ ജീവിതം സുഖദുഃഖങ്ങളാൽ നിറഞ്ഞതാണ് എന്നത് പ്രസ്താവന എന്ത് ചെയ്യുക? സാധൂകരിക്കുക അല്ലെങ്കിൽ സമർത്ഥിക്കുക എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? ശകുന്തളയുടെ ജീവിതം ആദ്യം എങ്ങനെയായിരുന്നു? ആദ്യം അവളുടെ ജനിച്ച സമയത്ത് അവളുടെ അച്ഛനും അമ്മയും അവളെ കൊണ്ട് ഉപേക്ഷിച്ചു അല്ലെ. അപ്പൊ അവളുടെ ജീവിതം ദുഃഖകരമായിരുന്നു. തുടർന്ന് അവിടെ നിന്ന് കണ്ണോ മഹർഷി അവളെ എടുത്ത് വളർത്തി അവളുടെ ജീവിതം അവിടെ നിന്ന് അങ്ങനെ സന്തോഷമുള്ളതായി. അപ്പൊ അവിടെ സന്തോഷിച്ചു അവള് അല്ലെ. സുഖം ഉണ്ടായിരുന്നു, ആദ്യം ദുഃഖം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു സുഖം കിട്ടി. അങ്ങനെ അവൾ സുഖിച്ച് വളർന്നുകൊണ്ടിരുന്ന സമയത്താണ് എന്ത്? നമ്മുടെ ദുഷ്യന്തനുമായിട്ട് പ്രേമബന്ധത്തിലാവുകയും ഗാന്ധർവ വിധി പ്രകാരം കല്യാണം കഴിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് അവളുടെ മുദ്രമോതിരം എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് അവളുടെ ആര് മറന്നു പോവുകയാണ്? ദുഷ്യന്തൻ മറന്നു പോവുകയും അവളുടെ ജീവിതം ദുഃഖകരമാവുകയും ചെയ്യാണ്. ക്ലിയർ അല്ലേ? ദുഷ്യന്തൻ തിരിച്ചെത്തുകയും അവൾ എന്ത് ചെയ്യാണ്? തൻ്റെ ഭാര്യയാണ് എന്ന് ഓർത്തെടുക്കുകയും ചെയ്തതുകൊണ്ട് അവളുടെ ലൈഫ് എന്താവുകയാണ്? സുഖകരമാവുകയാണ്. അപ്പം ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണല്ലേ, സുഖം വരിക ദുഃഖം വരിക, ദുഃഖം വരിക സുഖം വരിക, ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്ന ജീവിതമാണ് ആരത്? ശകുന്തളയുടേത് എന്നുള്ളത് ഈ പറഞ്ഞ ഉദാഹരണത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? സമർത്ഥിക്കുക, എഴുതി രേഖപ്പെടുത്തുക. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ ഒരു ശീർഷകം യോജിക്കുന്നുണ്ടോ എന്ന തരത്തിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ എന്താണ് അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു കഥയിലെ മർമ്മഭാഗം എന്ന് പറയുന്നത് തന്നെ മോതിരം നഷ്ടപ്പെടുന്നതും തിരിച്ചത് കിട്ടുന്ന സമയത്ത് എന്താണ്? അവരുടെ ജീവിതം സുഖകരമായി പോകുന്നതുമാണ് അല്ലെ. അപ്പൊ ഇതിലെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? മുദ്രമോതിരം ആണ്. അതുകൊണ്ട് തന്നെ അഭിജ്ഞാന ശാകുന്തളം അല്ലെ, ആ മുദ്രമോതിരം നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന മറവി, അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന ഈ ശീർഷകം എന്താണ്? തീർച്ചയായിട്ടും ഇതിന് യോജിക്കുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മുടെ ഋതുയോഗം എന്ന് പറയുന്ന പാഠം വളരെ എളുപ്പമാണ്. എല്ലാവർക്കും പ്രയാസം തോന്നുന്ന ഒന്നാണ്. എന്നാൽ ഋതുയോഗം എന്ന് പറയുന്ന പാഠം അത്രയും എളുപ്പമാണ്. സോ നമ്മുടെ ചാനലിൽ അതിന്റെ ഒരു അടിപൊളി വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും അത് കണ്ടാൽ മനസ്സിലാവും, ഉറപ്പാണ്. ആ ഒരൊറ്റ വീഡിയോ മതി നമ്മുടെ ഋതുയോഗം പഠിക്കാനായിട്ട്. സോ നമ്മുടെ കഥാസന്ദർഭം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ്? അച്ഛനും മകനും തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് കഥാസന്ദർഭം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതിന്റെ ഉള്ളടക്കം വെച്ച് എന്താണ് നമുക്ക് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്